ഗൈസ്, ഇസ്മായിൽ ലൈവ് അഫ്സലി ഇന്നൊരു ഗസ്റ്റ് റോൾ ഉണ്ട് മഞ്ചേശ്വരം ഗോവിന്ദ് ഭായ് കോളേജിൽ ഒക്കെ തയ്യതിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ മഞ്ചേശ്വരം ഗോവിന്ദ് ഭായ് കോളേജിലേക്ക് എത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് തന്നെ അറ്റൻഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു പേടി നല്ലോണം ഉണ്ട്. അവിടെ എത്തി നോക്കുമ്പോൾ വിളിച്ചാളെ കാണുന്നില്ല. കുറച്ച് നേരം നമ്മൾ കാറിൽ തന്നെ ഇരുന്ന് കുറച്ച് അതിന്റെ ഒരു പെണ്ണ് വന്നിട്ട് നമ്മളോട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാനും ഓരോ ഓഫീസിൽ പോയിട്ട് ഇരുന്ന് ഞാൻ കുറച്ച് പഠിച്ച കാര്യങ്ങൾ റിവൈൻഡ് ആക്കാൻ വേണ്ടി നോക്കി. ഇപ്പോഴേക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടി തന്ന് 2-3 ബാക്കാച്ച് ഉണ്ട്. അതായത് 2 ബാക്കാച്ച് വന്നു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ആയി. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇനാഗ്രേഷൻ പ്രോഗ്രാമാണ്. എന്നോട് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുറച്ച് മെന്റൽ ട്രെയിനിങ് വേണം എടുക്കാം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റീസ് ഒക്കെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാ ആൾക്കാരും ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്റ്റുഡൻസും വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സാറാണ് ഇനാഗ്രേഷൻ ചെയ്തത്. ഒക്കെ ഞാൻ ഒരു വിളക്ക് കത്തിച്ചു. ഞാൻ ജീവിതത്തിലായിട്ടാണ് ഒരു വിളക്കെല്ലാം കത്തിക്കുന്നത്. ഇത് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സായി സാർ. അങ്ങനെ ഞാൻ മൈക്ക് എടുത്തിട്ട് 2-3 ഡീപ് ബ്രീത്ത് എല്ലാം എടുത്തിട്ട് പിള്ളമാരെ മുന്നിൽ തന്നെ നിന്ന്. ഫസ്റ്റ് ഒക്കെ നല്ല പേടി ഉണ്ടായി, പിന്നെ പേടി പോയി. അങ്ങനെ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ മൈൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളെ മെന്റൽ ഹെൽത്ത്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തത്. ഞാൻ പേടിച്ചോണ്ടായത് ബോറിംഗ് ആയിട്ടുണ്ടെന്ന് മാത്രം. അങ്ങനെ ആർക്കും ബോറിംഗ് ഒന്നും ആയിട്ടാ. അതുകൊണ്ട് സന്തോഷമായി. പിള്ളമാരിൽ നല്ല സപ്പോർട്ട് ഉണ്ടായി, നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരാളെ എങ്ങനെ എൻഗേജ് ആക്കണം എന്ന് ഞാൻ ഓറിയൽ പഠിച്ചു. അങ്ങനെ സംസാരിച്ച് 1 മണിക്കൂർ പോയത് അറിഞ്ഞിട്ട് 1/2 മണിക്കൂർ സംസാരിക്കാൻ വേണ്ടി വിചാരിച്ചു. ഞാൻ 1 മണിക്കൂർ സംസാരിച്ചു. അങ്ങനെ ഓരോ പാട്ട് പാടണമെന്നില്ലോണ്ട് ഞാൻ തായതിനെ നല്ലൊരു പാട്ട് പാടി. ഞാൻ പണ്ടേ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇങ്ങനെ കോളേജിൽ പോയി ക്ലാസ്സിൽ എടുക്കണം. അതെന്തായാലും സാധിച്ചു. താങ്ക് യു സോ മച്ച്. പ്രതീക്ഷിക്കാതെ പോയോണ്ട് പ്രതീക്ഷിക്കാതെ ഒരു അവാർഡും കൂടി കിട്ടി. എനിക്ക് ഒരു അവസരം തന്നതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ ആൾക്കാരും ഒരുപാട് വലിയ താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചെറുങ്ങനെ ഫോളോ ചെയ്യരുത്. എനിവേ താങ്ക് യു സോ മച്ച്. ബൈ.